ദക്ഷിണ കേരള ജമിയത്തുലമയുടെ കൊടിയും എംബ്ലവും ഏതായിരിക്കണമെന്ന് PK യൂനുസ് മൗലവിയുടെ അധ്യക്ഷതയിൽ റയീസ് ഉലമ തുടങ്ങിയുള്ള പ്രമുഖന്മാരിൽ ചർച്ച ചെയ്തു. അവസാനം അവർ കണ്ടെത്തിയത് ഈ ചിഹ്നവും ഈ കൊടിയുമാണ്. ഉമൻ ദഖറഹു കാന ആമിന. ആര് പരിശുദ്ധമായ ഹറമിലേക്ക് പ്രവേശിക്കുന്നുവോ അവർ നിർഭയരാണ്. അപ്പോൾ ഈ കൊടി, ഈ എംബ്ലം, ഇത് സമാധാനത്തിൻ്റെ കൊടിയാണ്, സമാധാനത്തിൻ്റെ എംബ്ലമാണ്. അള്ളാഹു ഖിയാമാക്കിയിരിക്കുന്നു പരിശുദ്ധമായ കഅബ ശരീഫിനെ. അപ്പോൾ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ നിലനിൽപ്പാണ് ഈ കൊടിയും ഈ എംബ്ലവും എന്ന് പരിശുദ്ധ ഖുർആൻ കൂടി അവർ കണ്ടെത്തുകയും അങ്ങനെയാണ് പച്ചപ്പട്ടിൽ വെള്ള പെയിന്റ് കൊണ്ട് കഅബ ആലേഖനം ചെയ്യപ്പെട്ട കൊടിയും കഅബ ശരീഫ് എംബ്ലവുമായിട്ട് അവർ തീരുമാനമെടുത്തത്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഇതുപോലെ സ്നേഹിക്കാനും വഴക്കിടാനും യോജിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ 70-ാം വാർഷികം ആഘോഷിക്കുന്ന ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് പേര് തെളിയിച്ചെന്ന മഹാന്മാരെയൊക്കെ നമുക്ക് അനുസ്മരിക്കാം. അള്ളാഹു അവരുടെയൊക്കെ ഖബറുകൾ സ്വർഗത്തിന്റെ ഉദ്യാനമാക്കട്ടെ. ആദരണീയനായ പ്രസിഡന്റ് KPS അവർക്ക് അള്ളാഹു നല്ല ആഫിയത്തും സ്നേഹവും നൽകട്ടെ. നേരത്തെ ഒരാൾ അവിടെ ചർച്ച ചെയ്തു, ദക്ഷിണ കേരള ജമിയത്തുലമയുടെ സ്ഥാപക കാലത്തുള്ള ആരെങ്കിലും ജീവിച്ചിട്ടുണ്ടോ? ഉണ്ട്. ദക്ഷിണ കേരള ജമിയത്തുലമ സ്ഥാപിക്കുന്ന കാലത്ത് ജീവിച്ചിരുന്ന ഒരാൾ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. ആദരണീയനായ കടയ്ക്കൽ ഉസ്താദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സാന്നിധ്യത്തിൽ അന്ന് അദ്ദേഹം മെമ്പറായി. അള്ളാഹു പിന്നെ ഈ സംഘടനയെ നിലനിർത്തുകയും നമ്മുടെ 70-ാം വാർഷികം വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നാളെ ദക്ഷിണയുടെ സ്ഥാപക ദിനമായ നാളെ ഔദ്യോഗിക പതാക എല്ലാ പള്ളികളിലും എല്ലാ മദ്രസകളിലും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഉയർത്തുകയാണ്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആദരണീയനായ KP അബൂബക്കർ ഹസരത്ത് ഉസ്താദ് അവറുകൾ അദ്ദേഹം നിർവഹിക്കുന്നു. എല്ലാവരും നമുക്ക് തക്ബീറോടുകൂടി ഈ പതാക ഉയർത്തലിനെ നമുക്ക് പിന്നെ അഭിനന്ദിക്കാം. പതാക ഉയർത്തുന്നതോടൊപ്പം നമ്മുടെ പ്രദേശങ്ങളിലെ ഉസ്താദുമാർ മരിച്ചവരുടെയൊക്കെ ഖബർ സിയാറത്ത് കൂടി ഇതിന്റെ കൂടെ നടക്കേണ്ടതുണ്ട്. رسول كريم رسول كريم بولو تكبير بولو تكبير بولو 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 تكبير بولو 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 تكبير بولو 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 تكبير.